എന്താണ് പ്രശ്നമെന്നോ, എന്തിനാണ് അവർ സമരം ചെയ്യുന്നതെന്നോ അറിയാത്തതുകൊണ്ടാണോ നിങ്ങൾ പ്രതികരിക്കാത്തത്? ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ദേശീയ പ്രവേശന പരീക്ഷയാണ് നീറ്റ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പരിമിതമായ സീറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുന്നത്. പല കുടുംബങ്ങളും മക്കളെ ഡോക്ടറാക്കാൻ വേണ്ടി പല ത്യാഗങ്ങളും സഹിച്ച് മക്കളെ പഠിപ്പിക്കുന്നു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതാണ് പ്രധാന വിഷയം. 2026 മെയ് 3-ന് നടന്ന പരീക്ഷയിൽ വലിയ തോതിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായതായി ആരോപണമുയർന്നു. പരീക്ഷയ്ക്ക് മുന്നേ തന്നെ ചില കോച്ചിംഗ് സെന്ററുകൾ വഴിയും അല്ലാതെയും ചോദ്യപേപ്പർ പലർക്കും ലഭിച്ചു. പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നുള്ള ചോർച്ചയാണെന്ന അനുമാനങ്ങളുമുണ്ടായി. മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ഉറക്കമൊഴിച്ചുള്ള പഠനം അവസാനിക്കുന്നുവെന്നും നല്ലൊരു മാർക്കോടെ പരീക്ഷ ജയിക്കുമെന്നും ചിന്തിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത കാരണം കൊണ്ട് വീണ്ടും അതെല്ലാം ആദ്യം മുതൽ ചെയ്യേണ്ടി വരിക. റീടെസ്റ്റ് തീയതിയാണെങ്കിൽ ജൂൺ 21, 2026. ജസ്റ്റിസ് സൂര്യകാന്ത് സീനിയർ അഡ്വക്കേറ്റ് പദവി കൊടുക്കുന്നതിലുള്ള താമസം സംബന്ധിച്ച ഒരു കേസ് വാദത്തിനിടയിൽ യുവാക്കളെ പാറ്റകളുമായി പരാമർശിക്കുന്നു. ഇത് കാണാനിടയായ അഭിജിത്ത് ദീപ്കെ എന്ന യുഎസിൽ പഠനം കഴിഞ്ഞു നിൽക്കുന്ന യുവാവ് പാറ്റകൾ ഒന്നിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന കുറെ യുവാക്കളുമായി ഒന്നിക്കുന്നു. അങ്ങനെ മെയ് 16-ന് കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊള്ളുന്നു. സോഷ്യൽ മീഡിയ വഴി യുവാക്കൾ സംഘടിക്കുന്നു. പുറകെ വെബ്സൈറ്റും മാനിഫെസ്റ്റോയും ഉണ്ടാവുന്നു. ഈ കാലയളവിൽ 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും സിജെപിയുടെ ഭാഗത്തുനിന്നും മറ്റു പലയിടങ്ങളിലുമായി നടന്ന പ്രതിഷേധങ്ങളിലും ആവശ്യമുയരുന്നു. ജൂൺ 6-ന് അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിൽ എത്തുന്നു. ജന്തർ മന്ദിറിൽ വെച്ച് സിജെപിയുടെ ആദ്യത്തെ നേരിട്ടുള്ള പ്രതിഷേധം ആരംഭിക്കുന്നു. ആയിരക്കണക്കിന് യുവാക്കൾ സമാധാനപരമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മീഡിയ ഇവർക്കെതിരെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നു. ജൂൺ 28-ന് സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിക്കുന്നു. പരീക്ഷാ വിവാദത്തിൽ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ടും ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിപുലമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടും അദ്ദേഹം വിദ്യാർത്ഥികളോടൊപ്പം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സന്ദേശം ലളിതമായിരുന്നു: ഒരു തെറ്റും ചെയ്യാത്ത വിദ്യാർത്ഥികൾ സിസ്റ്റത്തിന്റെ പരാജയം കാരണം ദുരിതമനുഭവിക്കാൻ പാടില്ല എന്നായിരുന്നു. 20-നാണ് യഥാർത്ഥ പ്രതിഷേധം ആരംഭിക്കുന്നത്. സോനം വാങ്ചുകിനൊപ്പം നിൽക്കാനുമായി ആയിരങ്ങൾ ജന്തർ മന്ദിറിലേക്ക് തടിച്ചുകൂടുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജന്തർ മന്ദിറിലേക്ക് ഒഴുകി. എന്നാൽ ഡൽഹി പോലീസ് പ്രതിഷേധത്തെ നേരിട്ട രീതി വ്യത്യസ്തമായിരുന്നു. കനത്ത പോലീസ് വിന്യാസവും മാർച്ച് തടയാൻ ബാരിക്കേഡുകളും കണ്ണീർവാതകങ്ങളും ലാത്തിചാർജും പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കാനും തുടങ്ങി. കൂടാതെ ഇന്റർനെറ്റ് ബാനും. സമരദിവസം ഡൽഹിയിൽ പലയിടത്തും ഇന്റർനെറ്റ് ബാൻ ചെയ്തു. മെയിൻ സ്ട്രീം മീഡിയകൾ വാർത്തകൾ നൽകിയ രീതി അശ്ലീലകരമായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ മെനഞ്ഞുവന്ന കഥ മൊബൈൽ ദൃശ്യങ്ങൾ പൊളിച്ചെഴുതി. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് പകരം കണ്ണീർവാതകങ്ങളും ലാത്തിയും ഉപയോഗിച്ച് നേരിട്ടത്? എന്തുകൊണ്ടാണ് സമാധാനപരമായ ഒരു നിരാഹാര സമരം പോലീസ് ഇടപെട്ട് നാടകീയമായി നിർബന്ധപൂർവ്വം അവസാനിപ്പിച്ചത്? ഇത്രയൊക്കെ നടന്നിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇനിയും മൗനം വെടിഞ്ഞിട്ടില്ല.